ഹായ്, മോളമ്മയാണ് ഷുഗർ ബാറിൽ നിന്നും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റിയായ ക്യാരറ്റ് ഹൽവയാണ്. അതിനായി ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് 1/2 കിലോ ക്യാരറ്റിനെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് 4 മെഷർമെൻറ്റ് കപ്പ് നിറച്ചുമുണ്ട്. പിന്നെ ഇതിനായി ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായി 5 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 7-8 കാർഡമം തൊലി കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. 2 പാൽപ്പൊടി, 10 രൂപയുടെ 2 പാൽപ്പൊടി, 1.5 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര, 1 പാക്കറ്റ് പാല്. ഇത്രയും സാധനങ്ങളാണ് ഒരു സ്വാദിഷ്ടമായ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ. ഇനിയും ഒരു മിക്സിയുടെ ബൗളിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കാർഡമവും ഇട്ട് പൊടിച്ച് പൗഡർ ഫോമിലാക്കി വരാം. ഒരു ചീനച്ചട്ടി വെച്ച് ചൂടാകാൻ വെക്കാം. നല്ല രീതിയിൽ ചൂടാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട് ചോപ്പ് ചെയ്തതും ഇട്ട് നല്ല രീതിയിൽ ഒന്ന് വഴറ്റി വറുത്ത് വരാം. ഗോൾഡൻ യെല്ലോ കളറിലാകുമ്പോൾ അത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. വീണ്ടും അതേ ചീനച്ചട്ടിയിൽ തന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടർ നെയ്യും കൂടെ ആഡ് ചെയ്ത് അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുഴുവൻ ക്യാരറ്റിനെയും ഇട്ട് വേവിക്കാൻ വെക്കാം. ഇതിപ്പോൾ 4 കപ്പ് ക്യാരറ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതിനെ ചെറിയ ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ചെറിയ ഗ്രേറ്റർ ഉപയോഗിക്കുമ്പോൾ നല്ല നൈസായ ക്യാരറ്റിനെ കിട്ടും. അങ്ങനെ കിട്ടുമ്പോൾ കൂടുതൽ ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിനാൽ അങ്ങനെ ചെറിയ ഹോൾസ് ഉള്ള ഗ്രേറ്റർ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇനിയും നല്ല രീതിയിലൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അതിനെ ഒരു അടപ്പ് വെച്ച് അടച്ച് വേവിക്കാം. നല്ല രീതിയിൽ ഇളക്കി മിക്സ് ചെയ്ത് നെയ്യുമായി മിക്സ് ചെയ്തതിന് ശേഷം വേണം അടച്ച് വെച്ച് വേവിക്കാൻ. ഇനിയും നല്ല രീതിയിൽ ഈ ക്യാരറ്റ് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാരയെ പൊടിക്കാത്ത പഞ്ചസാരയുടെ കൂട്ടത്തിലേക്ക് ഇട്ടതിന് ശേഷം അതേ മിക്സി ബൗളിലേക്ക് തന്നെ നമ്മൾക്ക് 2 പാക്കറ്റ് പാൽപ്പൊടി പൊട്ടിച്ചിടാം. അതിലേക്ക് കുറച്ച് പാലും ഒഴിച്ച് നമ്മൾ പൊടിച്ചു വെച്ച കാർഡമവും പഞ്ചസാരയിൽ നിന്നും ഒരു 2 ടേബിൾ സ്പൂൺ കൂടി ആഡ് ചെയ്ത് ഈ മിക്സി ജാറിനെ ഒന്ന് കറക്കിക്കൊണ്ടുവരാം. അപ്പോൾ നല്ല കുറുകിയ രീതിയിലുള്ള ഒരു പേസ്റ്റ് നമുക്ക് കിട്ടും. ഇതാണ് ഈ ക്യാരറ്റ് ഹൽവയിലെ മെയിൻ ഹൈലൈറ്റ് പോർഷൻ. ഇതാണ് ഈ ക്യാരറ്റ് ഹൽവയെ കൂടുതൽ ടേസ്റ്റിയും റിച്ചുമാക്കുന്നത്. ഇത് നിങ്ങൾ മറക്കാതെ തന്നെ ചെയ്യണം. ഈ സ്റ്റെപ്പ് മറന്നാൽ ഈ ക്യാരറ്റ് ഹൽവയ്ക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഞാൻ പറയുന്ന ടേസ്റ്റ് ഉണ്ടാകുകയില്ല. ഇത് മറക്കാതെ തന്നെ റെഡിയാക്കി വെക്കുക. ഇനിയും വെന്ത ക്യാരറ്റിലേക്ക് നമ്മൾ എടുത്തു വെച്ച പാലിൽ നിന്നും മുഴുവൻ പോർഷനും ഇതിലേക്ക് ഒഴിക്കുക. കുറച്ച് മാത്രമേ നമ്മൾ ആ പേസ്റ്റ് ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ളൂ. ബാക്കി ഒരു പാക്കറ്റിൻ്റെ മുഴുവനുണ്ട്. അത് മുഴുവനായി ഒഴിച്ച് ക്യാരറ്റിനെ വേകാനായി വിടാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇത് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ്. ഒരു കുറച്ച് ഭാഗം കുറുകി വന്നതിന് ശേഷം ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര മുഴുവനായി ആഡ് ചെയ്യാം. നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കാം. ഈ പഞ്ചസാരയിലും പാലിലും കിടന്ന് ക്യാരറ്റ് നല്ല ടേസ്റ്റിയാകും. ക്യാരറ്റിലേക്ക് പാലിൻ്റെയും പഞ്ചസാരയുടെയും മുഴുവൻ ഫ്ലേവർ ഇറങ്ങി ക്യാരറ്റ് ഹൽവയെ ടേസ്റ്റിയാക്കും. എൻ്റെ രീതിയിൽ തന്നെ നിങ്ങൾ ഈ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാനായി ശ്രമിക്കണം. വളരെ ടേസ്റ്റിയായ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാൻ ഇത്രയേ പ്രയാസങ്ങളേ ഉള്ളൂ. ഇനിയും നമുക്ക് ആക്കി വെച്ചിരിക്കുന്ന പേസ്റ്റില്ലേ, അതിനെ മുഴുവനായി ഈ ക്യാരറ്റിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ നല്ല കുറുകിയ പരുവത്തിലാണ് ക്യാരറ്റ് ഹൽവ ഇരിക്കുന്നത്. ഈ പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടിൻ്റെ ഒരു ഭാഗം ആഡ് ചെയ്ത് നല്ല രീതിയിൽ വീണ്ടും മിക്സ് ചെയ്യാം. അതിലേക്ക് ലാസ്റ്റായിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇത്രയും ഉള്ളൂ നമ്മളുടെ ഈ ക്യാരറ്റ് ഹൽവ, ടേസ്റ്റിയായ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാനായിട്ടുള്ള പ്രോസസ്സ്. ഇനിയും പ്രസൻറ്റേഷന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സിനെയും കൂടെ ആഡ് ചെയ്ത് പ്രസൻറ്റ് ചെയ്യാവുന്നതാണ്. ഈ ക്യാരറ്റ് ഹൽവ ചൂടോടുകൂടിയോ തണുപ്പിച്ചോ കഴിക്കാവുന്നതാണ്. വാനില ഐസ്ക്രീം ഉണ്ടെങ്കിൽ വളരെ ടേസ്റ്റിയായി കഴിക്കാം.